അഡ്വക്കേറ്റ് വിശ്വാസവും ഭക്തിയും ഇല്ലാത്തവർക്ക് കപട മതേതരത്വം കൊണ്ടു നടക്കുന്നവർക്ക് എന്ത് അയ്യപ്പൻ എന്ത് ശബരിമല, ഇത് ആഗോള അയ്യപ്പ സംഗമമോ അതോ ആഗോള നിക്ഷേപക സംഗമമോ? ഇതില് ഇടതുപക്ഷത്തിന്റെയും CPM-ന്റെയും രാഷ്ട്രീയ നിലപാട് എന്ന് പറയുന്നത് മതം രാഷ്ട്രീയത്തെയും രാഷ്ട്രീയം മതത്തിലും ഇടപെടരുത് എന്നുള്ളത് തന്നെയാണ്. അത് രാഷ്ട്രീയ നിലപാട് തന്നെയാണ്. ആ നിലപാടിൽ ഒരു മാറ്റവും ഇപ്പോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ ഈ അയ്യപ്പ വിശ്വാസത്തെ ഏറ്റെടുക്കുക എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടത്തുന്ന ഒരു രാഷ്ട്രീയ ഗിമിക്ക് മാത്രമാണ്. അത് കേരളത്തിലെ ജനങ്ങൾ കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. ആ രാഷ്ട്രീയ ഗിമിക്കിനെ തുടർന്നാണ് ലോക അയ്യപ്പ സംഗമം നടത്തുന്നതിന് സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും തീരുമാനിക്കുകയും അതുവഴി ശബരിമലയുടെ പവിത്രതയെ ലോകത്ത് മുഴുവനുമുള്ള അയ്യപ്പ വിശ്വാസികൾക്ക് ഒത്തുകൂടാനും കഴിയുക എന്ന് പറയുന്ന നിലപാട് ആണ് ഇടതുപക്ഷം ഇപ്പൊ എടുത്തിട്ടുള്ളത് എന്നതുകൊണ്ട് അത് ഇടതുപക്ഷത്തെ അടിക്കാനോങ്ങുന്ന ഒരു വടിയായി BJP-യും സംഘപരിവാറും എടുക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്കറിയാം, ലോകത്ത് പരിസ്ഥിതി അതിലോല പ്രദേശമാണ് ശബരിമല സ്ഥിതി ചെയ്യുന്നത്. ഒന്ന്. രണ്ട്, കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതിയോടെ അല്ലാതെ ഒരു തരത്തിലും ഉള്ള ഒരു നിർമ്മാണ പ്രവൃത്തിയും അവിടെ നടത്താനാവില്ല എന്നത് നമുക്കറിയാം. അപ്പോഴും പരിവേദനങ്ങളും പരിഭവങ്ങളും പരാതികളുമായി നിലവിൽ ഇങ്ങനെ സംഘപരിവാർ സംഘടനകൾ വിലപിക്കുന്നതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ നടക്കാൻ പോകുന്ന വികസന പ്രവർത്തനമാണ്. നമുക്ക് ഇന്ത്യയിൽ തന്നെ മറ്റിതര മാതൃകകൾ ഇക്കാര്യത്തിലുണ്ട്. അമർനാഥ് ക്ഷേത്രം ഒരു ഉദാഹരണമായി നമുക്കെടുക്കാം. ജമ്മുവിലെ വൈഷ്ണവ് ദേവി ക്ഷേത്രം നമുക്കൊരു മറ്റൊരു ഉദാഹരണം എടുക്കാം. അവിടെ ഒക്കെ തന്നെ തീർത്ഥാടകർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് സംസ്ഥാന സർക്കാരുകൾ എടുക്കുന്ന സമീപനങ്ങൾ, ആ സമീപനം പോലും അതിലും അതിവിപുലമായ സൗകര്യങ്ങളാണ് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം കേരള സർക്കാരും ദേവസ്വം ബോർഡും നടത്തിയിട്ടുള്ളത് എന്ന വസ്തുതകളെ മറച്ചു വെച്ചുകൊണ്ടാണ്. ഇതൊരു വെറും കപട പ്രചരണം മാത്രമാണ്. ഇപ്പോ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം പത്തനംതിട്ട ജില്ലയിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ ഭാഗമായി ഒരു വിമാനത്താവളമോ വരിക എന്ന് വന്നാൽ ലോകത്താകമാനമുള്ള ഇപ്പോൾ മനുഷ്യൻ ജീവിക്കുന്നത് സമയക്കുറവിന്റെ കാലഘട്ടത്തിൽ കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായും അവിടേക്ക് എത്തപ്പെടുന്ന തീർത്ഥാടകർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിൽ എന്തിനാണ് ഈ BJP-യും സംഘപരിവാർ സംഘടനകളും ഇത്ര വേദനകളോടുകൂടി ഇത് കാര്യത്തെ കാണുന്നത്? ലോക അയ്യപ്പ സംഗമം നടത്തുക വഴി ലോകത്താകമാനമുള്ള അയ്യപ്പ വിശ്വാസികളെ ഒരുമിച്ചിരുത്തി അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുക എന്നുള്ളതാണ്. ആ അഭിപ്രായത്തിന്റെ കൂടി കേൾക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരു നടപടിയിലേക്ക് പോകുന്നത്. അപ്പോ അതിൽ BJP-യോ സംഘപരിവാർ സംഘടനകളോ അങ്ങനെ ആദി കൂടേണ്ട കാര്യമില്ല. ഇക്കാര്യത്തിൽ വളരെ ലളിതമായി ചെയ്തു തീർക്കാൻ കഴിയുന്ന, വളരെ എളുപ്പത്തിൽ ചെയ്തു തീർക്കാൻ കഴിയുന്ന കാര്യം മാത്രമാണ് ഇത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹൈന്ദവ സംഘടനകളുടെ പ്രതിനിധികൾ എന്തുകൊണ്ടാണ് ഈ സ്വാഗത സംഘ രൂപീകരണത്തിലേക്ക് ക്ഷണിക്കാതിരുന്നത്? ഞാൻ കേട്ടില്ല, ചോദ്യം കേട്ടില്ല. ഹൈന്ദവ സംഘടനകളുടെ, അയ്യപ്പ സമാജത്തിൻ്റെ നിരവധി സേവാ സംഘടനകളുണ്ട് ശബരിമലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന. അവരുടെ ഒന്നും പ്രതിനിധികളെ എന്തുകൊണ്ട് സ്വാഗത സംഘ രൂപീകരണത്തിലേക്ക് പോലും ക്ഷണിച്ചില്ല? ഇനി സംഗമത്തിന് ഇൻവിറ്റേഷൻ കൊടുക്കുകയോ ഇല്ലയോ എന്നുള്ള കണ്ടറിയണം. ഇന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സംസ്ഥാനത്തെ 2 കേന്ദ്രമന്ത്രിമാരെ ക്ഷണിക്കും എന്നാണ് പറഞ്ഞത്. ഹൈന്ദവ സംഘടനാ നേതാക്കളെ ക്ഷണിക്കും എന്നാണ് പ്രശാന്ത് പറഞ്ഞത്. പണ്ട് ഇതുപോലെ പറഞ്ഞ ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെ അവസ്ഥ നമുക്ക് നന്നായിട്ട് അറിയാം. പത്മകുമാറിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശബരിമല യുവതീ പ്രവേശത്തിലെ സത്യവാങ്മൂലം തിരുത്തണം എന്ന് പറഞ്ഞ പത്മകുമാറിനെ ശാസിച്ചതും നമ്മുടെ മുന്നിലുണ്ട് ഉദാഹരണമായി. അപ്പോൾ ഈ പ്രശാന്തിൻ്റെ വാക്കുകൾ ഒന്നും മുഖവിലക്ക് എടുക്കുന്നില്ല. അപ്പോൾ നോക്കൂ, താങ്കൾ നേരത്തെ പറഞ്ഞു ശബരിമലയുടെയും അയ്യപ്പൻ്റെയും പവിത്രത സംരക്ഷിക്കാൻ ബദ്ധശ്രദ്ധ പുലർത്തുന്ന ഒരു സർക്കാരാണ് എന്ന രീതിയിൽ. ഏത് രീതിയിലാണ് പവിത്രത സംരക്ഷിച്ചത്? അതേസമയം ആചാര അനുഷ്ഠാനങ്ങളെ തകർക്കുന്ന സമീപനമല്ലേ അഡ്വക്കേറ്റ് നാളിതുവരെയായും സ്വീകരിച്ചു പോകുന്നത്? ഇത് വീണ്ടും ശബരിമലയെയും അയ്യപ്പനെയും അധിക്ഷേപിക്കുന്ന ഒരു 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 പൊറാട്ട് നാടകത്തിന് വേദിയൊരുക്കുകയല്ലേ പമ്പയിൽ? ഇതില് ഞാൻ അതുകൊണ്ട് ആദ്യം വേണ്ടി സൂചിപ്പിച്ചത്,
ഈ കേരളത്തിലെയും ഇന്ത്യയിലും ലോകത്താകമാനമുള്ള എല്ലാ അയ്യപ്പ വിശ്വാസ സംഘടനകളെയും ചേർത്തു നിർത്തിക്കൊണ്ടാണ് ഈ സംഗമം നടത്തുന്നത്. ഇതിൽ ഏതെങ്കിലും സംഘടനകളെ ഒഴിവാക്കി നിർത്തി എന്ന് നിങ്ങൾ ആരോപിക്കപ്പെടുന്നിടത്താണ് ഇപ്പോ 2 കേന്ദ്രമന്ത്രിമാരെയും കേരളത്തിലുള്ള 2 വിദേശത്തുള്ളവർ മതിയോ, സ്വദേശത്തുള്ളവർ വരണ്ടേ? അല്ല, എല്ലാ ആളുകളെയും ക്ഷണിക്കുമെന്നേ. ഇത് ദേവസ്വം ബോർഡിന്റെ തീരുമാനമാണ്. ദേവസ്വം ബോർഡ് അക്കാര്യത്തിൽ ഇടപെടും. ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട. അങ്ങനെ ഒരു വിശാല മനോഭാവം ഉണ്ടെങ്കിൽ സ്വാഗത സംഘ രൂപീകരണത്തില് പൃഥ്വിപാലിനെ പോലുള്ളവരെയൊക്കെ ക്ഷണിക്കേണ്ടതല്ലേ? അല്ല, അത് വിളിക്കപ്പെടും. അതിപ്പോ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ആളുകളെ മാത്രം വിളിച്ചില്ല എന്നുള്ളതല്ല. ഇതില് ദേവസ്വം ബോർഡിന് കീഴിൽ വരുന്ന അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന് തിരിച്ചറിയാൻ കഴിയുന്ന മുഴുവൻ ആളുകളെ കാര്യത്തിൽ വിളിക്കപ്പെടും. ഒരു സംശയം കാര്യത്തിൽ വേണ്ട. അപ്പൊ ഒരു ആഗോള അയ്യപ്പ സംഗമം വിളിക്കാനുള്ള എന്ത് യോഗ്യതയാണ് അസ്കർ ഈ സർക്കാരിനുള്ളത്? അല്ല, അതാണ് നേരത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന രാധാകൃഷ്ണൻ അല്ലേ, രാധാകൃഷ്ണൻ അവിടെ പോയി തീർത്ഥം കൊടുത്ത സമയത്ത് സാനിറ്റൈസർ പോലെ ഇങ്ങനെ തുടച്ച് അപമാനിച്ചത് നമ്മൾ കണ്ടതാണ്. വാസവൻ അതിൻ്റെ മുന്നിൽ പോയി ഇങ്ങനെ നെഞ്ച് വിരിച്ച് ഇങ്ങനെ നിൽക്കുന്നത് നമ്മൾ കണ്ടതാണ്. നമ്മുടെ സ്വരാജ് പറഞ്ഞത് അയ്യപ്പൻ കല്യാണം കഴിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കണം എന്ന പ്രസ്താവന ഇറക്കിയത്. വേദി കിട്ടുമ്പോൾ, സന്ദർഭം കിട്ടുമ്പോൾ ശബരിമലയെയും ശബരിമലയിലെ ആചാരങ്ങളെയും എല്ലാം കളിയാക്കിയ, പരിഹസിച്ച, അതിനെ നിന്ദിച്ച ആളുകൾ നടത്തുന്ന ഒരു സംഗമം, അത് എങ്ങനെ ഈ വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആചാര അനുഷ്ഠാന സംരക്ഷണത്തിന് വേണ്ടിയാണെന്ന് പറയാൻ പറ്റും? ഇപ്പോൾ താങ്കൾ പറഞ്ഞു ലോകത്തിലുള്ള എല്ലാ അയ്യപ്പ സംഘടനകളുടെയും പ്രതിനിധികൾ പങ്കെടുക്കും എന്ന് പറഞ്ഞു. ആരെയാണ് സാർ നിങ്ങൾ വിളിക്കാൻ പോകുന്നത്? ഏത് അയ്യപ്പ സംഘടനയുടെ പ്രതിനിധികളെയാണ് വിളിക്കാൻ പോകുന്നത്? അന്നമ്പേര് അതാണ് പറയുന്നത്. ഈ ലോക അയ്യപ്പ സംഗമത്തെ സംബന്ധിച്ചിടത്തോളം അയ്യപ്പ വിശ്വാസികളായിട്ടുള്ള മുഴുവൻ ആളുകൾക്ക് അവിടെ പങ്കെടുക്കാന്നേ. ആരെയും നിയന്ത്രിക്കാനോ ആരെയും പിടിക്കാതിരിക്കാനോ പോകുന്നില്ല. സംസ്ഥാനത്ത് വരുന്നില്ലേ? അല്ല, നിങ്ങൾ പിണറായി ഇൻവിറ്റേഷൻ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അവർ വരുന്നുള്ളൂ എന്നുണ്ടോ? അങ്ങനെയല്ല. വളരെ കൃത്യമായി ക്ഷണിക്കപ്പെടുന്നവർക്ക് മാത്രമല്ല, എല്ലാ വിശ്വാസികൾക്കും അവിടെ ചെല്ലുന്നതിന് ഒരു തടസ്സമില്ല. ഈ സംഗമത്തിൽ ക്ഷണിച്ച് സീറ്റ് ഉറപ്പിച്ചു കൊടുക്കുക എന്നുള്ളതിനപ്പുറം നിങ്ങൾക്ക് ശബരിമലയോട് തീർത്താൽ തീരാത്ത സ്നേഹമുണ്ടെങ്കിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം തീർത്ഥാടനത്തിന് പോകുന്നത് ആരെങ്കിലും ക്ഷണിച്ചിട്ടാണോ തീർത്ഥാടനത്തിന് പോകാറുള്ളത്? കൃത്യമായി വ്രതം അനുഷ്ഠിച്ച് ആളുകൾ ശബരിമലയിലേക്ക് എത്തുന്നത്, ലക്ഷക്കണക്കിന് തീർത്ഥാടകർ എത്തുന്നത് കഴിഞ്ഞ വർഷങ്ങളിലൊന്നും ഒരൊറ്റ പിണറായിയുടെയോ വാസവന്റെയോ സർട്ടിഫിക്കറ്റ് ആവശ്യമൊന്നുമില്ല അയ്യപ്പനെ കാണാൻ. ഇതിങ്ങനെ ഒരു സംഗമം സംഘടിപ്പിച്ചതുകൊണ്ട് എന്താണ് അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്ന് അറിയാനുള്ള ഒരു അവകാശം അയ്യപ്പ ഭക്തർക്കില്ലേ അഡ്വക്കേറ്റ് ആസ്ക? നിങ്ങൾ ഇതൊന്നും വിട്ടു പറയുന്നില്ല. എന്തോ ഒരു രഹസ്യം പോലെ കൊണ്ടു നടക്കുകയാണ്. എന്താണ് ഇങ്ങനെ ഒരു സംഗമം നടത്തുന്നത്? അതിനൊന്നും വ്യക്തമായിട്ടുള്ള മറുപടിയില്ല. അയ്യപ്പനെ കാണാൻ എപ്പോൾ വേണമെങ്കിലും ആർക്കും പോവാം, കയറി ചെല്ലാം നട തുറക്കുന്ന സമയത്ത്. അതിന് പിണറായിയോ അല്ലെങ്കിൽ വാസവനോ സർട്ടിഫിക്കറ്റ് തരേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ അതിന് ലൈസൻസ് ഒന്നും തരേണ്ട ആവശ്യമില്ല. അത് വേറെ കാര്യം. അല്ല, ആഗോള അയ്യപ്പ സംഗമത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ സംബന്ധിച്ചും ദേവസ്വം ബോർഡ് വളരെ കൃത്യമായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളതാണ്. ദേവസ്വം ബോർഡ് ഒന്നും ഒളിച്ചു വെച്ചിട്ടില്ല. ഇതിൽ നിങ്ങൾ കാണുന്ന വിചിത്രവാദ മുഖങ്ങളാണ് നിങ്ങളുടെ പ്രശ്നം. നിങ്ങൾക്ക് ശബരിമല ഒരു വിവാദ സ്ഥാനമായി നിലനിർത്തണമെന്ന ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഇതിൽ ആചാരാനുഷ്ഠാനങ്ങൾ, ശബരിമലയിലെ ആചാര അനുഷ്ഠാനങ്ങളെ സംബന്ധിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളും വ്യത്യസ്ത വാദമുഖങ്ങളും നിലവിലുള്ള സാഹചര്യമുണ്ട്. ആ ആചാരാനുഷ്ഠാനങ്ങൾ കാലാകാലങ്ങളായി മാറ്റവും വന്നിട്ടുണ്ട്. അത് ഈ വിഷയത്തിൽ വരുന്നില്ല. നിങ്ങൾക്ക് ശബരിമലയും സുപ്രീം കോടതി വിധിയെ തുടർന്ന് വന്നിട്ടുള്ള കേരളത്തിൽ നടന്നിട്ടുള്ള സമരങ്ങളും വീണ്ടും നിങ്ങൾക്ക് ജനങ്ങൾക്കിടയിലേക്ക് ഓർമ്മിപ്പിക്കണം എന്ന ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇത് ഏറ്റുപിടിച്ചിരിക്കുന്നത്. അല്ലാതെ ഇതിലൊരു പ്രത്യേകിച്ച് അസ്വാഭാവികമായി നടക്കുന്ന ഒരു പ്രക്രിയയല്ല, അസ്വാഭാവികമായ ഒരു ചടങ്ങല്ല ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ അതിനെ കാണുന്നതിന് പകരം ഇതിലെന്തോ അസ്വാഭാവികതയുണ്ട് എന്ന് വരുത്തി തീർക്കുകയും വീണ്ടും ജനങ്ങൾക്കിടയിലേക്ക് ഈ വിഷയം ചർച്ചയിലേക്ക് എത്തിക്കണം എന്ന നിങ്ങളുടെ അസ്വാഭാവികമായിട്ട് തോന്നുന്നത് അവിശ്വാസികളാണ് ഈ സംഗമം സംഘടിപ്പിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് അസ്വാഭാവികമായിട്ട് തോന്നുന്നത്.